ചക്ക തിന്നണമെന്നൊരു കൊതി മക്കളെ. അപ്പുറത്ത് വീട്ടിൽ ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തരണം വീട്ടുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ പോവാം. ഇത് ചെറിയ സൈസ് ചക്കയാണ്. നമ്മുടെ വീട്ടിൽ ചക്ക പ്രാവശ്യം പിടിക്കത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ കുറേ പിടിച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന്നായതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ചെറിയ ചുളയാണ്, ചെറിയ ചക്കയുടെ കൂട്ട് തന്നെ. കണ്ടില്ലേ? ഇതിനെയും വെട്ടി തുണ്ടം തുണ്ടം ആക്കി നമുക്കിത് പാകപ്പെടുത്തിയെടുക്കാം. കണ്ടില്ലേ? ഇതേ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ട് നമുക്ക് നോക്കാം ഇത് മൊത്തം എടുക്കണോ അതോ അതിൻ്റെ കുരുവും ചുളയും മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. മൂക്കാത്തതാണെങ്കിൽ നമുക്ക് കൂട്ടത്തോടെ മൊത്തത്തിൽ അരിയാം. അപ്പം ശരി. അപ്പം നമ്മുടെ ചുളയും കുരുവൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട്, നമ്മൾ കറയെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വെളിഞ്ഞെന്ന് പറയുന്നത് കേട്ടോ കറയ്ക്ക്. അപ്പം ഞാൻ കയ്യിൽ എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ തുണ്ടം തുണ്ടമായിട്ട് ഇത് കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ ചക്ക നന്നാക്കുന്നത് കേട്ടോ. വേറെ എങ്ങനെയൊക്കെ അരക്കെ നന്നാക്കിയത് നമുക്കിങ്ങനെ പറ്റുവേണ്ട. അതിൻ്റെ കൂഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ചെറിയ ചുളയാണ് കണ്ടില്ല, എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് അതിൻ്റെ മടലിനോട് ചേർന്ന്, മടലിന് നല്ല കനമുള്ളതാണെങ്കിൽ മടലും എടുക്കും. ഇതിപ്പോൾ കനമൊന്നും ഇല്ലാത്ത മടലുമാണ്, ചെറിയ ചക്കയല്ല, കുഞ്ഞു കുഞ്ഞു ചുളകളും. കണ്ടില്ലേ? ഇതേ രീതിയിൽ എൻ്റെ കൂഞ്ഞും ചെത്തി കളഞ്ഞ് എൻ്റെ മടലും ചെത്തി നമ്മളിങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലേ? അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ കഷ്ണം തുണ്ടം തുണ്ടോ ആക്കി നമ്മൾ എല്ലാം അരിഞ്ഞ് ഇതിൻ്റെ ചുളയെല്ലാം നമ്മളിങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട്. ചെറിയ ചക്കയല്ലേ, അപ്പോൾ ആദ്യം കണ്ടില്ല എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിയാണ് കേട്ടോ. അതിൻ്റെ ചവണിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ചുളയും കുരുവും കൂടെ മാത്രം കുറേ സമയം എടുത്തു കേട്ടോ. ചെറിയ ചുളയല്ലായിരുന്നു, എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകി തന്നെ കുക്കറിലാക്കി ചുളയും കുരുവും കൂടെ കുക്കറിലാക്കിയിട്ട് നമ്മൾ അരപ്പിനായിട്ട് അര മുറി തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നമ്മൾ അവിയൽ നരയ്ക്കുന്ന പോലെ നമ്മളിത് അരച്ചെടുക്കും കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ചേർക്കും, ചെറിയുള്ളിയും ചേർക്കും, പ്രധാനമായിട്ടും ചെറിയ ഉള്ളി ചേർക്കും. പിന്നെ വേണ്ട 1 ടീസ്പൂൺ ഉപ്പിട്ട് നമ്മുടെ ഈ ചക്കയ്ക്കകത്തിട്ട് പുരട്ടുന്നുണ്ട്. കാരണം ഉപ്പ് പിടിക്കണമല്ലോ, ലാസ്റ്റ് ഇട്ടാൽ എല്ലായിടും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതേ രീതി കുടഞ്ഞിട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിയൽ നരയ്ക്കുന്ന പോലെ അരച്ച് കൊണ്ടുവന്ന് ഇതും ഇതിനെ കുഴയ്ക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഇടും ഉപ്പ്. കാരണം എന്നാലും നമ്മൾ ഈ അരപ്പ് വേവത്തുള്ളൂ, അല്ലെ പച്ച ചുവയ്ക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം കറിവേപ്പിലയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് 2 വിസിൽ അടിച്ച് കഴിഞ്ഞ് നമുക്കിത് ഇറക്കി വെച്ച് ആവി കളഞ്ഞെടുക്കാൻ വെച്ചു. അപ്പോൾ 2 വിസിൽ കേട്ട് ഇറക്കി നമ്മൾ ഇതിനകത്ത് 1/2 ടീസ്പൂൺ കുരുമുളകും ചേർക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വേവിക്കുന്നത്? കുരുമുളകും ചേർത്ത് കൂട്ടി ഇളക്കിയിട്ട് 1 ടീസ്പൂൺ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് ഒന്നുകൂടെ നമ്മളൊന്ന് ആവി കയറ്റും കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ പിന്നെ കൂട്ടി ഇളക്കി കുഴച്ചെടുത്ത് നമ്മുടെ ചക്ക ഇവിടെ റെഡിയായി മക്കളെ. കണ്ടോ? എല്ലാവർക്കും താളിക്കുകയൊന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ?